അവർ രണ്ട് ജീവിതം നയിക്കുന്നവർ. മനസ്സിലായേ? അവർ സമൂഹത്തിന് മുമ്പിൽ ഭയങ്കര നല്ല മനുഷ്യരൊക്കെ ആയിരിക്കും. അവരുടെ മുഴുവൻ വൈകൃതങ്ങളും ഈ പാരലൽ വേൾഡിൽ വന്ന് ഒമിറ്റ് ചെയ്യും. ആ മനുഷ്യരോട് എനിക്ക് അറപ്പും വെറുപ്പുമാണ്. ആ മനുഷ്യർ എന്നെ കാണണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട, എൻ്റെ കൂടെ നിൽക്കേണ്ട, എൻ്റെ ദൃഷ്ടിപഥത്തിനകത്ത് വരണ്ട ആ മനുഷ്യരെനിക്ക് ഈ സമൂഹത്തിലേ വേണ്ട. അതായത് എൻ്റെ സമൂഹത്തിനകത്ത് വേണ്ട. അബ്സല്യൂട്ട്ലി നോ. ദേ ആർ വെരി ഡേഞ്ചറസ് പീപ്പിൾ. അതാണ് ഈ ഓൺലൈൻ മീഡിയയിൽ ഒരു പ്രസൻസ് കൊടുക്കുകയോ ചെയ്യാത്തത്. കാര്യം നിങ്ങൾ ഓൺലൈൻ മീഡിയയാണ്. നിങ്ങൾ തന്നെയാണ് ഇത്തരമുള്ള ദുഷിപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങളാണ് സമൂഹത്തിലെ ഏറ്റവും നീചരായ മനുഷ്യരെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് എടുത്ത് ഇടുന്നത്. നിങ്ങളാണ് സ്വന്തമായിട്ട് അവകാശപ്പെടുന്നത് നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്നാണ്. നിങ്ങൾ ജേർണലിസ്റ്റുകളല്ല. മനസ്സിലായി? നിങ്ങൾ എന്ന് ഞാൻ പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ആളിനെയല്ല. ഇത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിനോട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ജേർണലിസ്റ്റുകളല്ല. കാരണം ജേർണലിസ്റ്റുകൾക്ക് മൊറാലിറ്റി ഉണ്ട്, എത്തിക്സ് ഉണ്ട്. മനസ്സിലായേ? നിങ്ങൾ കാരണമാണ് ടെലിവിഷനിലെ ജേർണലിസ്റ്റുകളുടെയും മൊറാലിറ്റിയുടെ ലെവൽ താന്നു പോയത്, എത്തിക്സിൻ്റെ ലെവൽ താന്നു പോയത്. കാരണം നിങ്ങളുമായിട്ടാണ് അവർ മത്സരിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളുടെ നിലവാരം അമ്പേ തകർന്നു പോയി. പക്ഷെ ഇത് ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടും നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ വെസ്റ്റേൺ കൺട്രീസിലെ ജേർണലിസ്റ്റിനകത്ത് രണ്ട് തരത്തിലുള്ള ചാനലുകൾ രൂപപ്പെട്ടു. മനസ്സിലായോ? ഒന്ന് ക്ലാസിക്കായിട്ടുള്ള സത്യം പറയുന്ന മാധ്യമങ്ങളും, പിന്നൊന്ന് വായി തോന്നിയത് പറയുന്ന മറ്റേ മോഹനൻ പിന്നെ വിജയൻ്റെ പെണ്ണുപിള്ളയുടെ മറപ്പരയ്ക്കകത്ത് ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഇടുന്ന ചാനലുകളും, മര്യാദയ്ക്ക് ഉള്ള വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലുകൾ. അങ്ങനെ രണ്ട് തരത്തിലുള്ള ചാനലുകൾ ഉണ്ടായിരുന്നു.